യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ഒമർ ലുലുവിന് ഇടക്കാല മുൻകൂർ ജാമ്യം. ഹർജി ജൂൺ 6-ന് വീണ്ടും പരിഗണിക്കും. കീർത്തി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കീർത്തി, ഇപ്പോൾ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നവ്യ യുവനടിയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിലാണ് സംവിധായകനായ ഒമർ ലുലു ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഈ കേസിലാണ് ഇന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. ഇടക്കാല മുൻകൂർ ജാമ്യമാണ് ഒമർ ലുലുവിന് നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് എ നസറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇന്ന് കേസ് പരിഗണിച്ച് ഉത്തരവ് ഇറക്കിയത്. ചൊവ്വാഴ്ചയായിരുന്നു ഈ നടി ഇത്തരത്തിൽ ഒമർ ലുലുവിനെതിരെയായ ബലാത്സംഗ കേസ് നൽകിയെന്ന വാർത്തകൾ പുറത്തുവന്നത്. എന്തായാലും വിശദവാദത്തിനായി ഹർജി ജൂൺ 6-ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒമർ ലുലുവിനെ അറസ്റ്റ് ചെയ്താൽ 50,000 രൂപയുടെ ആജാമ്യത്തിൽ വിട്ടയക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കേസിൽ ഒമർ ലുലുവിന് മുൻകൂർ ജാമ്യം നൽകാനുള്ള പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ പറയുന്നത് ഈ പരാതിക്കാരിയുമായുള്ളത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണെന്നാണ് ഒമർ ലുലു കോടതിയിൽ പറഞ്ഞത്. അന്വേഷണവുമായി സഹകരിക്കാമെന്നും ഈ പരാതിക്കാരിയുമായുള്ളത് ഇത്തരത്തിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണെന്നതിന് തന്റെ കയ്യിൽ തെളിവുണ്ട് ഒമർ ലുലു പറഞ്ഞു. ആവശ്യമെങ്കിൽ ഫീൽഡ് കവറിൽ അത് കോടതിയിൽ സമർപ്പിക്കാമെന്നും ഒമർ ലുലു പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒമർ ലുലുവിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം ഇടക്കാല മുൻകൂർ ജാമ്യം നൽകിയത്. ഒപ്പം തന്നെ തന്നോട് വിദ്വേഷമുള്ളത് കൊണ്ടാവാം നടി ഇത്തരത്തിൽ പരാതി നൽകിയതെന്നും ഒമർ ലുലു പറയുന്നുണ്ട്. ഏതായാലും ഈ നടി പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത നിരവധി തവണ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതിയിൽ പറഞ്ഞത്. നെടുമ്പാശ്ശേരി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. കൊച്ചി സ്ഥിരതാമസമാക്കിയ യുവനടിയാണ് ഈ സംവിധായകൻ ഒമർ ലുലുവിനെതിരെ പരാതിയുമായി ആദ്യം കൊച്ചി സിറ്റി പോലീസിന് പരാതി നൽകിയത്. പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു. കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ 6 വരെയുള്ള കാലയളവിൽ ഒമർ ലുലു സിനിമയിൽ അവസരം നൽകാമെന്ന് ധരിപ്പിച്ചും സൗഹൃദം നടിച്ചും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞത്. എന്തായാലും വിശദവാദത്തിനായി ഈ കേസ് ജൂൺ 6-ന് വീണ്ടും പരിഗണിക്കും. ശരി, കീർത്തിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.